ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഒറ്റപ്പെടുത്തലിന്റെ ഒറ്റുകാർ എന്നാണ് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന ഒരു ശീർഷകം. വളരെയധികം കാഠിന്യം നിറഞ്ഞതാണ് ഈ വാക്ക്. നമ്മൾ ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് ആ വ്യക്തിക്കുണ്ടാകുന്ന വേദന നമ്മൾ സങ്കല്പിക്കുന്നതിലും അതീതമാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന ഓരോ വചനങ്ങളും വാക്യങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു. ഒപ്പം ക്രിസ്തുവിൻ്റെ ഒരു മാനസിക അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷം കൂടിയാണ്. തീർച്ചയായും വളരെ ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കേണ്ട മനോഹരമായ ചിന്തകൾ ക്രിസ്തു ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. ഈ ജീവിതം കൊണ്ട് ജന്മനാ ദൈവം നൽകിയ നല്ല ഗുണങ്ങളെയൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കുവാനുള്ള ഒരവസരം കൂടിയാണ് ഈ നോമ്പുകാലം. നമ്മൾ എന്തായിരുന്നുവോ ഇപ്പോൾ എന്തായിരിക്കുന്നു, ഈ രണ്ടവസ്ഥയുടെ ദൂരം അളക്കേണ്ട ഒരു അളവുകോല് കൂടിയാണ് ഈ നോമ്പുകാലം. നല്ല നല്ല ചിന്തകൾ ദൈവം തരുമ്പോഴും മാനുഷികമായ ബലഹീനതകൾ കാരണം പലപ്പോഴും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈശോ ആവർത്തിച്ച് നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്നുള്ള ജീവിതത്തെ സഹായിക്കുന്ന രീതിയിലായിരിക്കണം ആ മാറ്റങ്ങൾ. ജീവിതത്തിൻ്റെ പുതിയ സ്പന്ദനത്തിൻ്റെ സാധ്യതകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഇന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു വേദന മുൻകൂട്ടി അറിയാമെന്ന കാര്യമാണെങ്കിൽ പോലും സ്നേഹം കൊടുത്തവന് പ്രതിഫലമായി അവൻ നൽകുന്നത് എന്താണ് എന്നതാണ്. കൂടെയുള്ളവർ തന്നെ ഒറ്റുമ്പോൾ മാനസികമായും ശാരീരികമായും കുറേയധികം അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. സാധാരണ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെയാണ് ഈശോയ്ക്കും ഇപ്പോഴും അനുഭവപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇതിന് രണ്ടർത്ഥമുണ്ട്. നല്ലത് ചെയ്താലും മോശം കാര്യങ്ങൾ ചെയ്താലും അത് ദൈവത്തെ ബാധിക്കുന്നതാണ്. കൂടെയുള്ള ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കുന്നു, ദൈവനാമത്തിൽ അത് ചെയ്യുന്നു. ഒപ്പം കൂടെയുള്ളവനെ നമ്മൾ ചതിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോഴും അതും ദൈവത്തിനുള്ളതാണ്. കാരണം ദൈവം സൃഷ്ടിച്ചതാണ് അവനെ. അപ്പോൾ ഈശോ രണ്ട് ഭാഗവും കൃത്യമായിട്ട് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഈ വചനം പറയുന്നത്. നീ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോൾ അത് എനിക്ക് ചെയ്തു തരുന്നു, അത് നല്ലതായാലും മോശമായാലും. അപ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അതനുസരിച്ചായിരിക്കണമെന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ കുറേ അധികം സമയം ചെലവഴിക്കുന്നുണ്ട്. കൂടുതൽ സമയം അവനോടൊപ്പം ഇരിക്കുമ്പോൾ അവനെ മനസ്സിലാകുന്നു, നമ്മളെ മനസ്സിലാകുന്നു, നമ്മുടെ കൂടെ ഉള്ളവരെ മനസ്സിലാകുന്നു. ജീവിതം ധന്യമാകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി: ദൈവം, ഞാൻ, എൻ്റെ കൂടെയുള്ളവർ. ക്രിസ്തു ചെയ്തതും അത് തന്നെയാണ്. ആബാ പിതാവിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നു, അവനെ തന്നെ മനസ്സിലാക്കുന്നു, കൂടെയുള്ളവരെ മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ജീവിതം. ഈ നോമ്പുകാല ചിന്തകളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്ന ചില വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചേക്കേറാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അത് ഏത് വചനമാണ്, ഏത് സന്ദർഭമാണെന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം ഈ ദിവസങ്ങളിലുള്ള എല്ലാ വചനങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, കുറേ സഹനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു, കുറേ വേദനകൾ, ചിലതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലും അതീതമാണ്. പക്ഷേ നമ്മൾ എല്ലാം ദൈവത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അവസാനം ഒരു ഉയർപ്പുണ്ട് എന്നതാണ് പ്രതീക്ഷ. ഈ നോമ്പുകാലത്തിലെ നമ്മുടെ ചിന്തയും അത് തന്നെയാണ്. പ്രതീക്ഷയുടെ ഉയർപ്പുണ്ടാവും, ഉറപ്പായിട്ടും ഒരു വിജയത്തിൻ്റെ ഉയർപ്പ് അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അനുദിന ജീവിതത്തിലെ സഹനങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് ആ പ്രതീക്ഷയുടെ മല കയറുവാനായിട്ടാണ് ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഈ വിശുദ്ധ വാരത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.